നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ അർബൻ ബാങ്കിന് മുൻപിൽ ബാങ്ക് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. അർബൻ ബാങ്ക് ഉടൻ തുറന്ന് പ്രവർത്തിപ്പിക്കുക, നിക്ഷേപകരുടെ പണം തിരികെ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണയിൽ വിവിധ നേതാക്കൾ പങ്കെടുത്തു. തൊടുപുഴ താലൂക്ക് NSS കരയോഗ യൂണിയന്റെ പ്രവർത്തക സമ്മേളനം ഷെറോൺ കൾച്ചറൽ സെന്ററിൽ നടത്തി. കരയോഗം രജിസ്ട്രാർ VV ശശിധരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. കരിങ്കുന്ന് മുട്ടം പഞ്ചായത്തുകളിൽ പുലി പ്രത്യക്ഷപ്പെട്ട വിഷയവും കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതുമായ പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുവാൻ മുട്ടം പാരിഷ് ഹാളിൽ യോഗം ചേർന്നു. കൊടും ചൂടിൽ നിന്ന് കുറച്ച് ആശ്വാസം. കൂടാതെ 100-ലധികം വർഷം പഴക്കമുള്ള പടുകൂറ്റൻ മരങ്ങൾ, അപൂർവ ഇനം ചിത്രശലഭങ്ങൾ, പക്ഷികൾ എന്നിവയുടെ ഒരു സങ്കേതം തൊടുപുഴ ഇടവെട്ടിയിലുമുണ്ട്. 30 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഇടവെട്ടി കുട്ടിവനത്തിലാണ് ഈ മനോഹര കാഴ്ചകൾ ഉള്ളത്. കല്ലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ഇൻഡോർ രൂപതയുടെ നവ അഭിഷിക്തൻ മാർ തോമസ് മാത്യു കുറ്റിമാക്കലിന് സ്വീകരണവും മുൻ അധ്യക്ഷൻ മാർ ചാക്കോ തോട്ടുമാരിക്കലിന് യാത്രയയപ്പും നൽകി. വാർത്തകൾ വിശദമായി. തൊടുപുഴ അർബൻ ബാങ്കിന് മുൻപിൽ ബാങ്ക് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. അർബൻ ബാങ്ക് ഉടൻ തുറന്നു പ്രവർത്തിപ്പിക്കുക, നിക്ഷേപകരുടെ പണം തിരികെ നൽകുക, അഴിമതിയും ക്രമക്കേട് നടത്തി ബാങ്കിനെ പ്രതിസന്ധിയിലാക്കിയ ചെയർമാൻ VV മത്തായിയെ പുറത്താക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബാങ്ക് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് നിക്ഷേപകരും സഹകാരികളും സത്യാഗ്രഹം നടത്തിയത്. കോൺഗ്രസ് നേതാവ് റോയി കെ പോലോസ് ഉദ്ഘാടനം നിർവഹിച്ചു. MC മാത്യു അധ്യക്ഷത വഹിച്ചു. PM മാനുവൽ, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, KMA ഷുക്കൂർ, PG രാജശേഖരൻ, ഷിബിലി സാഹിബ് തുടങ്ങി വിവിധ നേതാക്കൾ പ്രസംഗിച്ചു. റിക്കവറി നടപടികൾ സ്വീകരിച്ച് കുറെ പണം ഇവിടെ വരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് തടസ്സം തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിന്? കാവൽക്കാരൻ കൊള്ളക്കാരനായ കാവൽക്കാരൻ കുത്തിയിരിക്കുകയാണ് ചെയർമാനായിട്ട്. ഇത് തുറന്നു വെക്കാൻ ധൈര്യം വരുന്നില്ല. റിസർവ് ബാങ്കിന് ധൈര്യം വരുന്നില്ല തുറന്നു വെക്കാൻ. തുറന്നു വെച്ചാൽ ഇത് പഴയതുപോലെ പുനർജീവിപ്പിക്കാൻ സാധിക്കുമോ? സാധിക്കുകയെന്ന് ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം. ഇവൻ പല്ലി ഒളിച്ചവിടെ ഇരിക്കല്ലേ ചെയർമാൻ, കൊള്ളക്കാരൻ. പിന്നെ എങ്ങനെ ഈ ബാങ്ക് തുറന്നു വെച്ച് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും? റിസർവ് ബാങ്കിന് തുറക്കാൻ തീരുമാനമെടുക്കാൻ പോലും സാധിക്കാതെ നിൽക്കുകയാണ്. ഇടുക്കി പ്രസ് ക്ലബ്ബും വയലറ്റ് ഫ്രണ്ട്സും സംയുക്തമായി ഇടുക്കി ഫിലിം ഫെസ്റ്റിവൽ തൊടുപുഴയിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, റീൽസ് കോമ്പറ്റീഷൻ എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലായാണ് മത്സരം. 1, 2, 3 സ്ഥാനങ്ങൾ ലഭിക്കുന്നവയ്ക്ക് ക്യാഷ് അവാർഡും ഫലകവും പ്രശസ്തി പത്രവും സമ്മാനമായി നൽകും. ഫെസ്റ്റിവലിലേക്കുള്ള എൻട്രികൾ ഈ മാസം 25-ന് മുമ്പായി പോസ്റ്റിലോ വെബ്സൈറ്റ് വഴിയോ അയക്കാം. മധ്യ കേരളത്തിന്റെ ഫിലിം സിറ്റിയായ തൊടുപുഴയിൽ ഇടുക്കി പ്രസ് ക്ലബ്ബും വയലറ്റ് ഫ്രെയിംസും സംയുക്തമായി ഇടുക്കി ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നു. ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, റീൽസ് കോമ്പറ്റീഷൻ എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലായാണ് മത്സരം. 1, 2, 3 സ്ഥാനങ്ങളിൽ എത്തുന്ന മികച്ച ഷോർട്ട് ഫിലിമിന് 25,000, 10,000, 5,000 എന്നിങ്ങനെ ക്യാഷ് അവാർഡും ഫലകവും പ്രശസ്തി പത്രവും സമ്മാനമായി നൽകും. റീൽസ് കോമ്പറ്റീഷനിൽ ആദ്യ 3 സ്ഥാനങ്ങൾ നേടുന്നവയ്ക്ക് 3,000, 2,000, 1,000 എന്നിങ്ങനെ തുകയും പ്രശസ്തി പത്രവും ലഭിക്കും. ഇതിനു പുറമെ മികച്ച സംവിധായകൻ, മികച്ച സ്ക്രിപ്റ്റ് റൈറ്റർ, മികച്ച നടി, മികച്ച നടൻ, മികച്ച ക്യാമറാമാൻ, മികച്ച എഡിറ്റർ, മികച്ച പശ്ചാത്തല സംഗീതം തുടങ്ങിയ വിഭാഗങ്ങളിലും തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രത്യേക പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ചിത്രത്തിന് മികച്ച ജൂറി പുരസ്കാരവും ഉണ്ടായിരിക്കും. ഷോർട്ട് ഫിലിമിന് 1000 രൂപയും റീൽസിന് 500 രൂപയുമാണ് എൻട്രി ഫീ. റീൽസിനായി തിരഞ്ഞെടുക്കേണ്ടത് സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയമായിരിക്കണം. 30 മുതൽ 90 സെക്കൻഡ് വരെ ദൈർഘ്യമുള്ളതായിരിക്കണം. സിനിമ, ടെലിവിഷൻ മേഖലയിലെ വിദഗ്ധരാണ് ജൂറി പാനലിൽ ഉള്ളത്. ഫെസ്റ്റിവലിന്റെ സുഗമമായ നടത്തിപ്പിനായി സോജൻ സുരാജ് ചെയർമാനും JS വാട്ടപ്പള്ളിൽ ജനറൽ കൺവീനറായും ഉണ്ണി രാമപുരം കോർഡിനേറ്ററായും അഖിൽ സഹായി പബ്ലിസിറ്റി കൺവീനറുമായുള്ള കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നു. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനുമായി www.idukifilmfestival.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 8540501750 അല്ലെങ്കിൽ 7510897004 തുടങ്ങിയ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഫെസ്റ്റിവലിലേക്കുള്ള എൻട്രികൾ ഈ മാസം 25-ന് മുൻപായി പോസ്റ്റലിൽ അയക്കാം. അല്ലെങ്കിൽ വി ട്രാൻസ്ഫർ, സെൻഡ് GB, ഗൂഗിൾ ഡ്രൈവ് തുടങ്ങിയ വെബ്സൈറ്റിലോ അപ്ലോഡ് ചെയ്യാം.
2 കാറ്റഗറി ആയിട്ടാണ് കോമ്പറ്റീഷൻ നടക്കുന്നത്. അതിൽ ഷോർട്ട് ഫിലിം അവാർഡുണ്ട്, അതുപോലെ തന്നെ റീൽസിന് അവാർഡുണ്ട്. അത് നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് റീൽസിനുള്ള ഒരു കോമ്പറ്റീഷൻ. ഷോർട്ട് ഫിലിംസിൽ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ്, അതുപോലെ സ്പെഷ്യൽ ജൂറി അവാർഡുണ്ട്. ഫസ്റ്റ് പ്രൈസ് ഷോർട്ട് ഫിലിം കോമ്പറ്റീഷനുള്ള ഫസ്റ്റ് പ്രൈസ് 25,000 രൂപയും ട്രോഫിയും പ്രശസ്തി പത്രവുമാണ് നൽകുന്നത്. സെക്കൻഡ് പ്രൈസ് 10,000 രൂപയും ട്രോഫിയും പ്രശസ്തി പത്രവുമാണ് നൽകുന്നത്. തേർഡ് പ്രൈസ് 5,000 രൂപയും ട്രോഫിയും പ്രശസ്തി പത്രവുമാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ കാറ്റഗറി അവാർഡ്സായിട്ട് സ്പെഷ്യൽ ജൂറി അവാർഡ്, അതുപോലെ തന്നെ ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ, അതുപോലെ തന്നെ ബെസ്റ്റ് എഡിറ്റർ, ബെസ്റ്റ് BGM, ബെസ്റ്റ് ക്യാമറമാൻ തുടങ്ങിയ സ്പെഷ്യൽ അവാർഡുകളും നമ്മൾ നൽകുന്നുണ്ട്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസ് ക്ലബ് സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളി, ജോയിന്റ് സെക്രട്ടറി PK ലത്തീഫ്, ഉണ്ണി രാമപുരം, ലിൻഡോ തോമസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കരിങ്കുന്ന് മുട്ടം പഞ്ചായത്തുകളിൽ പുലി പ്രത്യക്ഷപ്പെട്ട വിഷയവും കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതുമായ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനു വേണ്ടി മുട്ടം പാരിഷ് ഹാളിൽ യോഗം ചേർന്നു. PJ ജോസഫ് MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അഗസ്റ്റിൻ, വിവിധ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കരിങ്കുന്നം മുട്ടം പഞ്ചായത്തുകളിൽ പുലി പ്രത്യക്ഷപ്പെട്ട വിഷയവും കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതുമായ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നതിനായി മുട്ടം പാരിഷ് ഹാളിൽ യോഗം ചേർന്നു. മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ PJ ജോസഫ് MLA, കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു, റേഞ്ച് ഓഫീസർ സിജോ സാമുവൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് കടത്തൽകുന്നേൽ, ജില്ലാ പഞ്ചായത്ത് അംഗം CV സുനിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഗ്ലോറി പൗലോസ്, NK ബിജു, മുട്ടം പഞ്ചായത്ത് സെക്രട്ടറി രേണുകാദേവി അമ്മാൾ, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. ഇതിന് ആളുകളുടെ സപ്പോർട്ട്, സ്റ്റാഫിന്റെ സപ്പോർട്ട്, എക്സ്പീരിയൻസിന്റെ സപ്പോർട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോൾ വേണമെങ്കിൽ തരാനും കഴിയാറുണ്ട്. പക്ഷെ നിലവിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇത്രയും ചെയ്യാനുള്ളൂ. ഈ ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ചെങ്കിലും നമുക്ക് അതിനൊരു സ്ഥിരീകരണമോ നമുക്ക് എല്ലാവർക്കും കൊണ്ടുപോയി ക്യാമറ ട്രാക്ക് വയ്ക്കാനും പറ്റില്ല. ചിലർ പറയുന്നത് കണ്ണാളുകളുണ്ട് പറയുന്നത്, ചിലർ വാലുണ്ടെന്ന് പറയുന്നു, ചിലർ ഇങ്ങനെ ഓടിപ്പോയി എന്ന് പറയുന്നു. സാറ് പറഞ്ഞത് ഒരു 10-30 വർഷമോ അല്ലെങ്കിൽ 10-20 വർഷമോ മുമ്പോ വന്ന ഒരു കുഞ്ഞു പുലിയായിരിക്കാമെന്ന്, ആ പുലി വളർന്നായിരിക്കാമെന്ന്. അങ്ങനെ ഒരു പുലിയൊന്നും ഇല്ലിയാരി ഭാഗത്തൊന്നും ഇല്ല. ഇത് ഏതാണ്ട് ഒരു 2 ഈ ഡാമൊക്കെ കമ്മീഷൻ ചെയ്തതിന് ശേഷം മാത്രം ഇവിടെ വന്നിട്ടുള്ള സംഭവങ്ങളാണ്. അതുപോലെ ഇപ്പോൾ അക്കര ഭാഗത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രാജവെമ്പാല, ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, രാജവെമ്പാല ഈ ഉയരത്തിൽ ഇങ്ങനെ നിന്നാണ് നമ്മളിതുവരെ പോകുന്നത്. ആ നോട്ടം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അവിടെ ബോധപ്പെട്ടുള്ളൂ. ആ രീതിയിലുള്ള സാധനങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മളിങ്ങനെ നടക്കുകയും ഇതിനെ കാണുകയും ചെയ്തിട്ട് പുലിയെ കണ്ടാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും നമ്മൾ എന്താ ചെയ്യും? ഞാൻ പറഞ്ഞത്, അപ്പൊ അതിനുള്ള സംവിധാനമാണ്. പിന്നെ നമ്മള് ഇവിടെ ഞാൻ ഇന്നലെ സന്ധ്യയോട് ഭയങ്കരമായിട്ട് പ്രസംഗിക്കാം. പുലിയാനെ മജിസ്ട്രേറ്റിനെ കൊണ്ട് ഓർഡർ എടുത്ത് വെടിവെപ്പിക്കണം. അതിനൊക്കെ നരഭോജി എന്ന കാറ്റഗറിയിലൊക്കെ വന്നെന്നാണ് ഞാൻ അന്വേഷിച്ചത്. എനിക്കൊക്കെ സമയം എടുക്കും. അപ്പൊ ഏറ്റവും കുറഞ്ഞ പക്ഷം ഞങ്ങൾ ഇന്ത്യയിൽ സ്വന്തമായിട്ട് ഇനി ആരെങ്കിലും പിടിക്കാൻ നോക്കോട്ടെ. അതോടൊപ്പം തന്നെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യാനി പോലെ തന്നെയാണ് ജനവാസ മേഖല. അവിടെയൊക്കെ കാണുവാണെങ്കിൽ സമാധാനമായി ഒരാൾ കൂടാതെ പുലിയെ കണ്ട ടാറ്റ പറഞ്ഞ് പോകാന്നില്ല. സ്വയരക്ഷയ്ക്ക് വേണ്ടി അതിനെ കൊല്ലാം. നിയമം അനുശാസിക്കുന്നില്ല. അതിന്റെ പേരിൽ ഉണ്ടാകുന്ന ബാക്കി കാര്യങ്ങൾ അതിന്റെ പുറകെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നമ്മളുടെ ജീവന സ്വത്തിന് ഭീഷണിയായാൽ നിങ്ങളാണേലും കൊല്ലും, ഒരു സംശയമില്ല. അത് നമ്മളൊക്കെ അത് ചെയ്യാൻ മനുഷ്യന് വേണമെങ്കിൽ നമ്മളത് ചെയ്യും. അതിന് നിയമം അതിനുള്ള എക്സെപ്ഷൻ തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് എന്നും അതോടൊപ്പം നമ്മളെ സംരക്ഷിക്കാനുള്ള നടപടികൾ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പൂച്ചപ്പുലിയെ കണ്ടാൽ അത് പുലിയാന്ന് കണ്ട് മുന്നോട്ട് പോകും. നോക്കിയപ്പോൾ പട്ടിയുടെ വലിപ്പമുള്ളതല്ല. ഏതായാലും ഉറപ്പുമായിട്ട് സഹകരിച്ച് ഇപ്പോൾ ഇന്ത്യാനിയിലുള്ള കൂട്ടി തന്നെ വീടുന്ന് പ്രതീക്ഷയോടെ പോകാം. കൂടുതൽ കേജ് വേണമെങ്കിൽ അതോട് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ നീപ്പോൾ സംസാരിച്ചത് കൂടുതൽ കേജ് വേണമെങ്കിൽ അത് റെഡിയാക്കും. ന്യൂസ് ബ്യൂറോ, മുട്ടം. തൊടുപുഴ താലൂക്ക് NSS കരയോഗ യൂണിയന്റെ പ്രവർത്തക സമ്മേളനം ഷെറോൺ കൾച്ചറൽ സെന്ററിൽ നടത്തി. കരയോഗം രജിസ്ട്രാർ VV ശശിധരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ സംഘടനയിലെ അംഗങ്ങളായ പ്രമുഖ വ്യക്തികളെ അനുമോദിച്ചു.
യൂണിയൻ പ്രസിഡന്റ് കെ കൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ താലൂക്ക് NSS കരയോഗി യൂണിയന്റെ പ്രവർത്തക സമ്മേളനം വെങ്ങല്ലൂർ ഷെറോൺ കൾച്ചറൽ സെന്ററിൽ സംഘടിപ്പിച്ചു. കരയോഗം രജിസ്ട്രാർ VV ശശിധരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. സാർവത്രികമായി ഉണ്ടായിരുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ആർഭാടങ്ങളും അലസതയും ഒക്കെ മാറ്റി ആ സമൂഹത്തെ ഒരു പരിഷ്കൃത സമൂഹമാക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ സമുദാചാര്യൻ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി. അതിന് അദ്ദേഹം സ്വീകരിച്ച മാർഗം എന്ന് പറയുന്നത് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മാർഗം അദ്ദേഹം സ്വീകരിച്ചത്. അതിന് നാട്ടിൽ ഉടനീളം വിദ്യാലയങ്ങളും കലാലയങ്ങളും അദ്ദേഹം സ്ഥാപിച്ചു. ആ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലൂടെ വിദ്യ അഭ്യസിച്ച മനുഷ്യൻ വളരെയധികം മാറുകയും അന്നത്തെ സമൂഹത്തിൽ നിറമാടിയിരുന്ന ദുരാചാരങ്ങളൊക്കെ മാറ്റിയെടുത്ത് ഒരു പരിഷ്കൃത സമൂഹമായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ആചാര്യന് അന്ന് സാധിച്ചു. അന്ന് അദ്ദേഹം തുടങ്ങി വെച്ച ആ വിദ്യാഭ്യാസ വിപ്ലവമാണ് ഇന്ന് കേരളത്തിലെ 160ഓളം സ്കൂളുകളും 30ഓളം കലാലയങ്ങളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ 2024 സ്ത്രീ ശാക്തീകരണ വർഷമായി ആചരിക്കുകയും എല്ലാ കരയോഗങ്ങളിലും സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. യൂണിയൻ പ്രസിഡന്റ് കെ കൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. 5 മേഖലാ സമ്മേളനങ്ങൾ, വനിതാ ശാക്തീകരണ സമ്മേളനങ്ങൾ, അതുപോലെ തന്നെ നിരവധി യോഗങ്ങൾ, ഇതെല്ലാം നമ്മൾ ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ 5 വർഷം കഴിഞ്ഞൊരു നായർ മഹാസമ്മേളനം ഇവിടെ നടത്തുമ്പോഴാണ് നമ്മുടെ ഏറ്റവും ആദരണീയനായ ജനറൽ സെക്രട്ടറിയെ ഇങ്ങോട്ട് ക്ഷണിക്കുക, അദ്ദേഹത്തെ കൊണ്ട് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ എല്ലാം മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം. അതനുസരിച്ച് അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു, ഈ തൊടുപുഴ എന്ന് പറയുന്ന പ്രദേശം നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഓഡിറ്റോറിയങ്ങളും കിട്ടാനില്ല. ഇപ്പം തന്നെ നമുക്ക് കാണാം, ഇവിടെ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ ആളുകളാണ്. ഞാൻ ഈ സഹോദരന്മാരോട് ഈ അസൗകര്യങ്ങൾക്കെല്ലാം ക്ഷമ ചോദിക്കുകയാണ്. കാരണം യോഗത്തിൽ വെച്ച് മുൻ യൂണിയൻ പ്രസിഡന്റുമാരായ P. ഗോപാലകൃഷ്ണൻ നായർ, MS. നാരായണൻ നായർ എന്നിവരെയും മുതിർന്ന യൂണിയൻ കമ്മിറ്റി അംഗങ്ങളെയും വ്യാപാര വ്യവസായ മേഖലയിൽ മികവ് പുലർത്തിയ സമുദായ അംഗങ്ങളെയും ശാസ്ത്ര സാഹിത്യ രംഗങ്ങളിൽ പ്രഗത്ഭരായ സമുദായ അംഗങ്ങളെയും ആദരിച്ചു. അദ്ദേഹത്തിന്റെ സഹകരണയെ ഈ യോഗത്തിൽ വെച്ച് ആദരിക്കുകയാണ്. ശ്രീ അനുമോദനം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചു കൊടുക്കുന്നു. സന്തോഷത്തോടെ അനുമോദനം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചു കൊടുക്കുന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ സുപ്രധാന സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട്
ഡോക്ടർ പി സി രവീന്ദ്രനാഥിനെ അനുമോദനം ഏറ്റുവാങ്ങുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. ശ്രീമതി കൈലജ ദേവി കൃഷ്ണവിലാസം. മാതൃകാ ഡോക്ടർക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാര ജേതാവ് യൂണിയൻ വൈസ് പ്രസിഡന്റ് എം പി ധർമാംഗത കൈമൾ, പ്രതിനിധി സഭാ മെമ്പർ PS മോഹൻദാസ്, യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ആശംസകൾ നേർന്നു. യൂണിയൻ സെക്രട്ടറി R അനിൽകുമാർ സ്വാഗതവും യൂണിയൻ കമ്മിറ്റി അംഗവും NSS കോർഡിനേറ്ററുമായ S ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു. യോഗത്തിന് ശേഷം വനിതാ യൂണിയന്റെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിരയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ താലൂക്ക് NSS കരയോഗ യൂണിയന്റെ പ്രവർത്തക സമ്മേളനത്തോടനുബന്ധിച്ച് വനിതാ യൂണിയന്റെ നേതൃത്വത്തിൽ 1000-ലധികം അംഗങ്ങൾ പങ്കെടുത്ത മെഗാ തിരുവാതിര നടന്നു.
ചൂടിൽ നിന്ന് കുറച്ച് ആശ്വാസം. കൂടാതെ 100-ലധികം വർഷം പഴക്കമുള്ള പടുകൂറ്റൻ മരങ്ങൾ, അപൂർവ ഇനം ചിത്രശലഭങ്ങൾ, പക്ഷികൾ എന്നിവയുടെ ഒരു സങ്കേതം തൊടുപുഴ ഇടവെട്ടിയിലുമുണ്ട്. 30 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഇടവെട്ടി കുട്ടിവനത്തിലാണ് ഈ മനോഹര കാഴ്ചയുള്ളത്. മരങ്ങൾ ഇടതൂർന്ന തിങ്ങി നിറഞ്ഞ വനത്തിന്റെ നടുവിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കാം. തൊട്ടടുത്ത് കനാലുമുണ്ട്. നട്ടുച്ചയ്ക്ക് പോയാലും നല്ല തണുപ്പ്. കൂടാതെ വനത്തിന്റെ വിശാലതയും. സ്ഥലത്തെത്തിയാൽ മനസ്സും ശരീരവും തണുപ്പിച്ചു പോകാം. രാഹുൽ ബിജു തയ്യാറാക്കിയ റിപ്പോർട്ട്. കൊടും ചൂടിൽ നിന്നും കുറച്ച് ആശ്വാസം. കൂടാതെ 100-ലധികം വർഷം പഴക്കമുള്ള പടുകൂറ്റൻ മരങ്ങൾ, അപൂർവ ഇനം ചിത്രശലഭങ്ങൾ, പക്ഷികൾ എന്നിവയുടെ ഒരു സങ്കേതം തൊടുപുഴ ഇടവെട്ടിയിലുമുണ്ട്. 30 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഇടവെട്ടി കുട്ടിവനത്തിലാണ് ഈ മനോഹര കാഴ്ചയുള്ളത്. മരങ്ങൾ ഇടതൂർന്ന് തിങ്ങി നിറഞ്ഞ വനത്തിന് നടുവിലൂടെ കാഴ്ചകൾ കണ്ടു നടക്കാം. തൊട്ടടുത്ത് കനാലുമുണ്ട്. നട്ടുച്ചയ്ക്ക് പോയാലും നല്ല തണുപ്പ്. കൂടാതെ വനത്തിന്റെ വിശാലതയും. സ്ഥലത്തെത്തിയാൽ മനസ്സും ശരീരവും തണുപ്പിച്ചു പോകാം. ഈ സ്വാഭാവിക കുട്ടിവനത്തിലെ മനോഹര കാഴ്ചകൾ കാണാൻ എല്ലാവർക്കും അവസരമൊരുങ്ങുകയാണെന്ന് സമീപവാസിയായ LIC റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ CC ശിവൻ BBC ന്യൂസിനോട് പറഞ്ഞു. ഏകദേശം തൊടുപുഴയിൽ നിന്ന് 5 കിലോമീറ്റർ ഇടവെട്ടി പഞ്ചായത്തിൻ്റെ സമീപത്താണ് ഈ സോഷ്യൽ ഫോറസ്റ്റ് കുട്ടിവനം എന്നറിയപ്പെടുന്ന വനം സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 1 മാസക്കാലമായിട്ട് ഈ സോഷ്യൽ ഫോറസ്റ്റ് അതിൻ്റെ ഒരു നക്ഷത്രവനമായി കേന്ദ്ര ഗവൺമെൻറ് സ്കീമിലാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ 1 കോടി രൂപയാണ് ഇതിൻ്റെ പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 1 മാസമായിട്ട് ഇതിൻ്റെ പണികളെല്ലാം നടന്നു വരുന്നു. ഇനിയും അതിൻ്റെ പൂർത്തീകരണത്തിലെത്താനുണ്ട്. ഘട്ടം ഘട്ടമായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫുട്പാത്തിൻ്റെ പണി ഇപ്പോൾ കഴിഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലൊരു കൗണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കെട്ടിടമുണ്ടായിരുന്നു, ഓഫീസ് കെട്ടിടമുണ്ടായിരുന്നു, പുനരുദ്ധാരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇനിയെല്ലാം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് നല്ല കാഴ്ചയുള്ളതും അതുപോലെ കുളിർമയേകുന്നതും ചൂട് അസഹനീയമായപ്പോൾ ചൂടുള്ള സമയത്ത് ഇവിടെ വന്നാൽ ഇത് വളരെ നല്ല നിലയിൽ കൂളായി മനസ്സൊന്ന് ഫ്രഷായിക്കൊണ്ട് നമ്മളൊരു ഫ്രഷായിട്ട് പോകാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ നക്ഷത്രവനത്തിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞാൽ ഈ പ്രദേശത്തിൻ്റെ മുഖച്ഛായ മാറുകയും റോഡിൻ്റെ പണിയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ബസ് സൗകര്യങ്ങളും കാര്യങ്ങളുമെല്ലാം ഉണ്ടാവും. അതുപോലെ ഈ പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം നല്ലൊരു പ്രചോദനമാണ്. വിവിധ തരത്തിലുള്ള ആളുകൾ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ രാവിലെയും വൈകുന്നേരവും ഇപ്പോൾ സ്കൂളിൻ്റെ വെക്കേഷൻ സമയമായതുകൊണ്ട് ഒരുപാട് കുട്ടികളും അതുപോലെ തന്നെ യുവാക്കളും വന്ന് ഈ പ്രദേശം സന്ദർശിക്കുവാനും അതിൻ്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടുപോകുന്നുമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നഗരവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 8 ഘട്ടങ്ങളിലായിട്ടാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 2ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായി. കഫ്റ്റേരിയ, ടിക്കറ്റ് കൗണ്ടർ, ഇരിപ്പിടങ്ങൾ, 500 മീറ്റർ നടപ്പാത എന്നിവയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഇനിയുള്ള ഘട്ടങ്ങളിൽ 100 ബാംബു തൈകൾ, നക്ഷത്രവനം, ബട്ടർഫ്ലൈ പ്ലാന്റേഷൻ, ഔഷധ സസ്യത്തോട്ടം, പുൽമേട് എന്നിവയും ഒരുങ്ങും. വനം വകുപ്പിന്റെ കോതമംഗലം ഡിവിഷൻ തൊടുപുഴ റേഞ്ചിന് കീഴിലാണ് ഇടവെട്ടി വനം സ്ഥിതി ചെയ്യുന്നത്. MEAP പദ്ധതിയുടെ ഭാഗമാണ് കനാൽ. വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കും. തൊടുപുഴ നഗരത്തിൽ നിന്നും 5 കിലോമീറ്റർ അകലെയാണ് സ്വാഭാവിക കുട്ടിവനം സ്ഥിതി ചെയ്യുന്നത്. തൊടുപുഴയിൽ നിന്നും പന്നിമറ്റം പൂമാല റോഡിൽ സഞ്ചരിച്ച് ഇടവെട്ടി ബാങ്ക് ജംഗ്ഷനിലെത്തി അവിടെ നിന്നും ഇടവെട്ടി പഞ്ചായത്തിന് മുമ്പിലുള്ള കനാൽ റോഡിലൂടെ 250 മീറ്റർ സഞ്ചരിച്ചാൽ കുട്ടിവനത്തിലെത്താം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കല്ലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ഇൻഡോർ രൂപതയുടെ നവ അഭിഷിക്തൻ മാർ തോമസ് മാത്യു കുറ്റിമാക്കലിന് സ്വീകരണവും മുൻ അധ്യക്ഷൻ മാർ ചാക്കോ തോട്ടുമാരിക്കലിന് യാത്രയയപ്പും നൽകി. ഇടവക ദേവാലയത്തിൽ അർപ്പിച്ച സമൂഹബലിക്ക് ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, മാർ ജോർജ് പുന്നക്കോട്ടിൽ, മാർ ചാക്കോ തോട്ടുമാരിക്കൽ, മാർ തോമസ് മാത്യു കുറ്റിമാക്കൽ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ചേർന്ന പൊതുസമ്മേളനത്തിന് ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. കല്ലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ഇൻഡോർ രൂപതയുടെ നവ അഭിഷിക്തൻ മാർ തോമസ് മാത്യു കുറ്റിമാക്കലിന് സ്വീകരണവും മുൻ അധ്യക്ഷന്മാർ ചാക്കോ തോട്ടുമാരിക്കലിന് യാത്രയയപ്പും നൽകി. ഇടവക ദേവാലയത്തിൽ അർപ്പിച്ച സമൂഹ ബലിക്ക് ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, മാർ ജോർജ് പുന്നക്കോട്ടിൽ, മാർ ചാക്കോ തോട്ടുമാരിക്കൽ, മാർ തോമസ് മാത്യു കുറ്റിമാക്കൽ എന്നിവർ നേതൃത്വം നൽകി. Amen.
ചേർന്ന പൊതുസമ്മേളനത്തിൽ ബിഷപ്പ് മാർ ജോർജ് മർത്തിക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. എങ്കിലും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് വലിയ ദൈവാനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. പൊതുമംഗലത്തിലേക്കും കല്ലൂർക്കാട് ഇടവയ്ക്കും ഏറെ അഭിമാനത്തിന്റെ സുദിനമാണ്. മാർ ജോർജ് പൊന്നക്കോട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇടവക വികാരി റവറൻ ഡോക്ടർ മാനുവൽ പിച്ചലക്കാട്ട് സ്വാഗതം ആശംസിച്ചു. സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷീബ മാത്യൂസ്, കുടുംബ പ്രതിനിധികളായ ജോയി കുറ്റിമാക്കൽ, ഫാദർ ജോസ് തോട്ടുമാരിക്കൽ VC തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് അഭിവന്ദ്യ പിതാക്കന്മാർക്ക് ഇടവകയുടെ സ്നേഹോപഹാരങ്ങൾ കൈമാറി. മാർ ചാക്കോ തോട്ടുമാരിക്കൽ, മാർ തോമസ് മാത്യു കുറ്റിമാക്കൽ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. എന്നാൽ ഈ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ സർവശക്തൻ നമുക്ക് ശക്തി തരുന്നുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ പിൻബലം നമുക്കുണ്ട്. അതുകൊണ്ട് 2000 വർഷങ്ങൾ താണ്ടിയ ഈ സഭ ഇനിയും അതുപോലെ തന്നെ ഊർജ്ജത്തോടുകൂടി മുമ്പോട്ട് പോകണം. അതാണ് നമ്മുടെ സ്വപ്നം. ട്രസ്റ്റി ഫ്രാൻസിസ് ജോൺ റാത്തപ്പള്ളിൽ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കല്ലൂർക്കാട്. ഇടവെട്ടി അനിഴം നിലത്തെഴുത്ത് കളരിയിൽ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ചിന്തം വരച്ച് യാത്രയയപ്പ് നൽകി. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. മെമ്പർ ബിന്ദു ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു. ആശാത്തി തിലകം സത്യനേശൻ മുഖ്യപ്രഭാഷണം നടത്തി. സജീഷ ടീച്ചർ, അഞ്ജന സത്യനേശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മാതാപിതാക്കൾ മറുപടി പ്രസംഗവും നടത്തി. ഇതിവിടെ കഴിയുമ്പോൾ താമസം വരും.
നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിന് മൂലമറ്റത്ത് തുടക്കമായി. ജ്വാല ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സെവൻസ് ഫുട്ബോൾ മത്സരം 12-ന് സമാപിക്കും. മൂലമറ്റം IHEP സ്കൂൾ ഗ്രൗണ്ടിലെ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു ഉദ്ഘാടനം ചെയ്തു. ആർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ്, മെമ്പർമാരായ KL ജോസഫ്, സുശീല ഗോപി, ടോമി വാളികുളം, ഫുട്ബോൾ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ടോമി ജോസഫ്, PD സുമോൻ, സജിത്ത്, സാബു, ചഞ്ചൽ കൃഷ്ണ തുടങ്ങിയവർ പ്രസംഗിച്ചു. വായനശാല പ്രസിഡന്റ് സാബു പതാക ഉയർത്തി. വിളംബര ജാഥ ടോമി ജോസഫ് ഫ്ലാഗ് ഓഫ് ചെയ്തു. പ്രത്യേകിച്ച് വായനശാലകൾ ഇതുപോലുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കാറില്ല. ഏതാണ്ട് 10-40ഓളം വരുന്ന കുട്ടികൾക്ക് കായിക രംഗത്ത് മികച്ച പരിശീലനം കൊടുക്കുവാനും അവാർഡുകൾ മേടിക്കുവാനും എല്ലാം ആ ക്യാമ്പ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും ആളുകളെ ഒരുമിച്ച് നിർത്തുന്നതുമെല്ലാം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് മുന്നോടിയായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലാതല 2ാം ഘട്ട സാങ്കേതിക പഠന ക്ലാസ് തൊടുപുഴ അല്ലസർ പോളിടെക്നിക് ആൻഡ് എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ ട്രെയിനേഴ്സ് ഓർഗനൈസർ അബ്ദുൾ സലാം സഖാഫി അധ്യക്ഷത വഹിച്ച ചടങ്ങ് മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് മുന്നോടിയായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലാതല 2ാം ഘട്ട സാങ്കേതിക പഠന ക്ലാസ് തൊടുപുഴ അല്ലസർ പോളിടെക്നിക് ആൻഡ് എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ ട്രെയിനേഴ്സ് ഓർഗനൈസർ അബ്ദുൾ സലാം സഖാഫി അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. വിശ്വ മാനവികതയുടെ സന്ദേശമാണ് ഹജ്ജിലൂടെ വിശ്വാസികൾ ലോകത്തിന് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഹാജി KM മൂസ ആമുഖ പ്രഭാഷണം നടത്തി. താലൂക്ക് ഇമാം കൗൺസിൽ ചെയർമാൻ ഹാഫിസ് നൌഫൽ കൗസരി മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ അബ്ദുൽ കരീം സഖാഫി, മുഹമ്മദ് സാബിർ അക്സനി, സഹൽ ഫൈസി എന്നിവർ പ്രസംഗിച്ചു. ഹജ്ജ് കമ്മിറ്റി ഫാക്കൽറ്റി NB ഷാജഹാൻ, അബ്ദുൾ സലാം സഖാഫി എന്നിവർ പഠന ക്ലാസ്സിന് നേതൃത്വം നൽകി. ട്രെയിനർമാരായ KM അജി സ്വാഗതവും VK അബ്ദുൾ റസാഖ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ദേശീയ പൊതുജനാരോഗ്യ സൂചികയിൽ നിഷ്കർഷിക്കുന്ന സ്റ്റാഫ് പാറ്റേൺ ഉറപ്പാക്കണമെന്നും രാത്രികാല ചികിത്സയ്ക്ക് റെസിഡൻഷ്യൽ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ. പൊതുപ്രവർത്തകൻ സമർപ്പിച്ച പരാതിയിന്മേൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാതിക്കാരൻ തൃപ്തനല്ലെന്ന് കണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം VK ബീനാകുമാരി സംസ്ഥാന ആരോഗ്യ വിഭാഗത്തിനോട് വിശദ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. പൊതുപ്രവർത്തകന്റെ പരാതിയിന്മേൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാതിക്കാരൻ തൃപ്തനല്ലെന്ന് കണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം VK ബീനാകുമാരി സംസ്ഥാന ആരോഗ്യ വിഭാഗത്തിനോട് വിശദ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കാണ് കമ്മീഷൻ അംഗം VK ബീനാകുമാരി ഇടക്കാല ഉത്തരവ് നൽകിയത്. ഇക്കഴിഞ്ഞ ഡിസംബർ 5-ന് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് കമ്മീഷൻ ഉത്തരവ് നൽകിയത്. വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രം നേരിടുന്ന അപര്യാപ്തതകൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ സന്ദർശനം നടത്തിയത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഗ്രാമപഞ്ചായത്താണ് വണ്ടിപ്പെരിയാർ. പഞ്ചായത്തിലെ 23 വാർഡുകളിലെയും ഗോത്രവർഗ കോളനികളിലെയും തോട്ടം തൊഴിൽ മേഖലയിലെയും സാധാരണക്കാരും ശബരിമല തീർത്ഥാടകരും ആശ്രയിക്കുന്ന ആരോഗ്യ സ്ഥാപനത്തിൽ 1998-ൽ നിലവിലുണ്ടായിരുന്ന സ്റ്റാഫ് പാറ്റേൺ മാത്രമാണ് ഇപ്പോഴും തുടരുന്നത്. രാത്രികാല ചികിത്സയില്ലാത്തതിനാൽ രോഗി മരിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായിരുന്നതായി വാർത്തകൾ വന്നിരുന്നു. ശബരിമല തീർത്ഥാടന കാലത്ത് പോലും രാത്രികാല ചികിത്സയ്ക്ക് ഇവിടെ ഡോക്ടർമാരെ നിയമിച്ചിട്ടില്ല. തുടർന്ന് ഇടുക്കി DMOയോട് കമ്മീഷൻ ടെലിഫോൺ വഴി നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലിക ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി. എന്നാൽ 2023 ഒക്ടോബർ 2 മുതൽ ഒരു സിവിൽ സർജന്റെ ഒഴിവ് നികത്താതെ കിടക്കുകയാണ്. ദേശീയ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ പരിധിയിലുള്ള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സ്റ്റാഫ് പാറ്റേൺ അനുവദിച്ചിട്ടില്ലെന്ന് പരാതിക്കാരൻ കമ്മീഷനെ അറിയിച്ചു. സാമൂഹിക പ്രവർത്തകനായ സജി P വർഗീസ് സമർപ്പിച്ച പരാതിയിലാണ് നടപടി. ന്യൂസ് ബ്യൂറോ, പീരുമേട്. ബിസിനസ് വാർത്ത. നേച്ചർ ബൗണ്ട് നാച്ചുറൽ ഷോപ്പ് വണ്ണപ്പുറം SNM ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. നാടൻ രുചിയുടെയും രുചിക്കൂട്ടുകളുടെയും വിരുന്നൊരുക്കുവാൻ 100% പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളുമായാണ് പ്രവർത്തനം ആരംഭിച്ചത്.
സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA നിർവഹിച്ചു. വണ്ണപ്പുറത്തിന് നാടൻ രുചിയുടെയും രുചിക്കൂട്ടുകളുടെയും വിരുന്നൊരുക്കുവാൻ 100% പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളുമായി നേച്ചർ ബൗണ്ടി നാച്ചുറൽ ഷോപ്പ് വണ്ണപ്പുറം SNM ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. മായം ചേർക്കാത്ത കലർപ്പില്ലാത്ത കറിക്കൂട്ടുകൾ, മസാലക്കൂട്ടുകൾ, നാടൻ പശുവിൻ നെയ്യ്, നാടൻ തേൻ, ശുദ്ധമായ വെളിച്ചെണ്ണ, വിവിധതരം അച്ചാറുകൾ, കശുവണ്ടി, കാശ്മീരി ചില്ലി, ചിപ്സ്, ഉണക്കിറച്ചി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി, റാഗി മുതലായ എല്ലാവിധ രുചിക്കൂട്ടുകളും നാടൻ രുചി വിഭവങ്ങളും എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാക്കുന്നു. കൂടാതെ ഓൺലൈൻ പർച്ചേസിംഗിനുള്ള സൗകര്യം ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA നിർവഹിച്ചു. വണ്ണപ്പുറം വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ഷൈബി വെച്ചൂർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ബാബു കുന്നത്തുശ്ശേരി ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി റെജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൽബർട്ട് ജോസ്, അംഗങ്ങളായ റഷീദ് തോട്ടുങ്കൽ, സജി കണ്ണമ്പുഴ, AAP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജേക്കബ് മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഇവിടെ പല അരിപ്പൊടി ഉൾപ്പെടെ തേന്, ഉണക്കിറച്ചി, ഏലക്ക ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഈ കടയിൽ ഉണ്ട്. നമുക്ക് മറ്റുള്ള കടകളിൽ എല്ലാ കടകളിലും ഇത് എല്ലായിടത്തും കിട്ടും. എങ്കിലും ഇത് മാത്രമായിട്ട് ഒരു ഷോറൂം വണ്ണപ്പുറത്ത് ഇതുള്ളൂ എനിക്കൊന്ന് തോന്നുന്നു. എങ്കിലും ഈ കടയുടെ ഇങ്ങനെ തുടങ്ങാനായിട്ടുള്ള ഒരു താല്പര്യം കാണിച്ച റോയിച്ചേട്ടനും കുടുംബത്തിനും ആശംസ നേരുന്നു. അതോടൊപ്പം ഈ കടയുടെ സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നും എല്ലാ ഈശ്വരാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രകൃതിയുടെ യാതൊരു മായങ്ങളുമില്ലാതെ നല്ലൊരു സ്ഥാപനം ഇന്നത്തെ ആരോഗ്യ സ്ഥിതിയെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ അനിവാര്യമാണ്. എനിക്ക് തോന്നുന്നത് വണ്ണപ്പുറത്തെ ജനം ഇത് അവർ ഹൃദയത്തിൽ ഏൽക്കും. എല്ലാ ആളുകളും അത്തരം കാര്യങ്ങളിലേക്ക് തിരിച്ചുവരവ് നടത്തുന്നൊരു സാഹചര്യമാണ് നമുക്കുള്ളത്. റോയിയുടെയും ഭാര്യയുടെയും നിങ്ങളുടെ ജോയിൻറ്റ് വെഞ്ചർ കൂട്ടായ ഈ പ്രയത്നം സഫലമാകട്ടെ. നല്ല രീതിയിൽ ഈ സ്ഥാപനം വളരെ ശാഖകളോടുകൂടി വിപുലമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അതിവേഗം ബഹുദൂരം വളരുന്ന വണ്ണപ്പുറത്തിന് ഇതൊരു മുതൽക്കൂട്ടായി ഈ റോയി ആരംഭിച്ചിരിക്കുന്ന പ്രസ്ഥാനം വൻ വിജയമായി തീരുവാൻ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഇവിടെ ഈ ആരംഭിച്ചിരിക്കുന്ന ഈ സ്ഥാപനം വളരെ നന്നായി തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനും വളർന്ന് വലുതാകുന്നതിനും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു പുതിയ സംരംഭം അതൊരു വൻ വിജയമായി തീരട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. വ്യത്യസ്തമായ രീതിയിലൊരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇനി എല്ലാവരുടെയും സഹകരണത്തോടെ ഇത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ജഗദീശ്വരൻ അനുവദിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മായം കലരാത്ത ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുക എന്നുള്ള ഒരു ചെറിയ ഉദ്യമമാണ്. അതിനുവേണ്ടിയാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിന് വണ്ണപ്പുറം നിവാസികളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും സഹകരണവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ അഭിനന്ദനങ്ങളും. ഇതിന് തുടക്കം കുറിച്ച റോയിയെ കുടുംബത്തെ, പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ സന്നിഹിതരായ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രസ്ഥാനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതുകൊണ്ട് ഒരു വലിയ നന്മ മനുഷ്യ സമൂഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഉദ്ഘാടന വേളയിലും തുടർന്നും ഏവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. ഞാനിങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങാൻ കുറേ കാലങ്ങളായി ആലോചിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പൂർത്തീകരണം ഇപ്പോഴാണ് ഉണ്ടായത് എന്നാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. പ്രോഡക്റ്റുകൾ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. നമുക്കറിയാം, ഇപ്പോൾ ഈ മുളക്, നമ്മൾ കാശ്മീരി മുളക് എന്നും പറഞ്ഞ സാധനം നമ്മുടെ ഇവിടെ കിട്ടുന്ന പിരിയൻ മുളകാണ്. യഥാർത്ഥ കാശ്മീരി മുളക് അതല്ല. ഞാൻ മുളക് അന്വേഷിച്ച് നടന്നപ്പം ഒരു 12-13ഓളം ടൈപ്പ് മുളകൾ 80 രൂപയ്ക്ക് വരെ കിട്ടുന്ന മുളകൾ നമ്മൾ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇത്തരം സാധനങ്ങൾ ഒത്തിരി ഉണ്ട്. അങ്ങനെ ഒരു കുറേ നാളുകളത്തെ ഒരു 6-7 മാസത്തെ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു പ്രസ്ഥാനം തുടങ്ങാൻ ഇടവന്നത്. അപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ എല്ലാവരുടെയും സഹകരണങ്ങൾ നൽകുന്നു. 100% നമ്മളാൽ കഴിയുന്ന എല്ലാ രീതിയിലും മായങ്ങളില്ലാതെ നല്ല സാധനങ്ങൾ എത്തിക്കുക എന്നതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം അത് ഉണ്ടാവും. ഞാൻ ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്നിടത്തോളം കാലം അത് 100% നാട്ടുകാരോടും ജനങ്ങളോടും നീതി പുലർത്താൻ പരിശ്രമിക്കും. അങ്ങനെ പറ്റാത്തൊരു കാലത്ത് ഞാനിത് അവസാനിപ്പിക്കുകയുള്ളൂ. അപ്പം ആ രീതിയിലാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഈ ഞങ്ങളുടെ ഈ സംരംഭത്തിലേക്ക് വന്നു ചേർന്ന ഞങ്ങളുടെ എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.
ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ അർബൻ ബാങ്കിന് മുൻപിൽ ബാങ്ക് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. അർബൻ ബാങ്ക് ഉടൻ തുറന്ന് പ്രവർത്തിപ്പിക്കുക, നിക്ഷേപകരുടെ പണം തിരികെ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണയിൽ വിവിധ നേതാക്കൾ പങ്കെടുത്തു. തൊടുപുഴ താലൂക്ക് NSS കരയോഗ യൂണിയന്റെ പ്രവർത്തക സമ്മേളനം ഷെറോൺ കൾച്ചറൽ സെന്ററിൽ നടത്തി. കരയോഗം രജിസ്ട്രാർ VV ശശിധരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. കരിങ്കുന്ന് മുട്ടം പഞ്ചായത്തുകളിൽ പുലി പ്രത്യക്ഷപ്പെട്ട വിഷയവും കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതുമായ പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുവാൻ മുട്ടം പാരിഷ് ഹാളിൽ യോഗം ചേർന്നു. കൊടും ചൂടിൽ നിന്ന് കുറച്ച് ആശ്വാസം. കൂടാതെ 100-ലധികം വർഷം പഴക്കമുള്ള പടുകൂറ്റൻ മരങ്ങൾ, അപൂർവ ഇനം ചിത്രശലഭങ്ങൾ, പക്ഷികൾ എന്നിവയുടെ ഒരു സങ്കേതം തൊടുപുഴ ഇടവെട്ടിയിലുമുണ്ട്. 30 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഇടവെട്ടി കുട്ടിവനത്തിലാണ് ഈ മനോഹര കാഴ്ചകൾ ഉള്ളത്. കല്ലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ഇൻഡോർ രൂപതയുടെ നവ അഭിഷിക്തൻ മാർ തോമസ് മാത്യു കുറ്റിമാക്കലിന് സ്വീകരണവും മുൻ അധ്യക്ഷൻ മാർ ചാക്കോ തോട്ടുമാരിക്കലിന് യാത്രയയപ്പും നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.